തവണക്കടവ് വൈക്കം ജലപാതയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് അനുവദിച്ച 3 സോളാർ ബോട്ടുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ഇതോടെ വൈക്കത്ത് 4 സോളാർ ബോട്ടുകളാണ് സർവീസ് നടത്തുക. 2017 മുതൽ വൈക്കത്ത് സർവീസ് നടത്തുന്ന ആദിത്യയാണ് രാജ്യത്തെ ആദ്യ സോളാർ യാത്രാ ബോട്ട്. ഇതിനു പുറമെ ഇവിടെ സർവീസ് നടത്തുന്ന 3 ഡീസൽ ബോട്ടുകൾക്ക് പകരമായാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സോളാർ ഇലക്ട്രിക് ബോട്ടുകൾ വൈക്കത്തേക്കെത്തിയത്. ആദിത്യ ബോട്ടിന്റെ 2ാം വേർഷനാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ബോട്ടുകൾ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനായി വൈക്കം മാറിയെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. 4 സോളാർ ബോട്ടുകൾ സർവീസ് നടത്തുന്ന വൈക്കം ജലഗതാഗത രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സോളാർ ബോട്ടുകളിൽ സമീപഭാവിയിൽ AC സൗകര്യം കൂടി ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ടൂറിസ്റ്റ് ബോട്ടുകൾ മാത്രമാണ് AC ചെയ്തിരിക്കുന്നത്. അടിയന്തരമായി തന്നെ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാധാരണക്കാർ വളരെ കുറഞ്ഞ സബ്സിഡൈസ് റേറ്റിൽ ചെറിയ റേറ്റിൽ യാത്ര ചെയ്യുന്ന ഇത്തരം സോളാർ ബോട്ടുകളെ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യാനുള്ള നിർദ്ദേശം ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ്. ഓരോ ബോട്ടിലും 75 പേർക്കിരുന്ന് യാത്ര ചെയ്യാം. 3.15 കോടി രൂപയാണ് ഒരു ബോട്ടിന്റെ നിർമ്മാണ ചെലവ്. ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ബോട്ടുകൾക്ക് 80 കിലോവാട്ട് ബാറ്ററി ശേഷിയുണ്ട്. മണിക്കൂറിൽ ശരാശരി 10.8 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്തുന്ന ഇവയ്ക്ക് 15 മിനിറ്റിനുള്ളിൽ വൈക്കത്തുനിന്ന് തവണക്കടവിലെത്താൻ കഴിയും. ശബ്ദവായു മലിനീകരണമില്ലാതെ പരിസ്ഥിതി സൗഹൃദ യാത്രയാണ് ഇവ നൽകുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.